ഞായറാഴ്ച എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് എന്നോട് പറയുന്നത് മ്യൂസിയത്തിൽ പോകാമെന്ന്. എന്നാൽ പോകാമെന്ന് ഞാനും പറഞ്ഞു. ബസ് ടൈം ഇല്ലാത്തതുകൊണ്ട് നടക്കാമെന്ന് എഴുതി. പെട്ടെന്നാണ് മഴ വന്നത്. ഇവിടുത്തെ ജീവിതം മനോഹരമാക്കുന്നതും ഇവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്. ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാനാവില്ല. വാവ്. മഴയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി. അറ്റ് ലാസ്റ്റ് മ്യൂസിയം എത്തി. കയറിയ പാടും കൈയും മുട്ടിയും പിടിച്ച് നിൽക്കുന്ന അപ്പൂപ്പൻ്റെ ചില്ലിലിട്ട പ്രതിമ കാണാം. ആരാണെന്നറിയില്ല. ഈ അപ്പൂപ്പനെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് KGF-ലെ റോക്കി ബൈക്കാണ്. ആ മുട്ടിയും പിടിച്ചുള്ള നിൽപ്പ് കണ്ട. തൊട്ടടുത്ത് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും അതിൻ്റെ ചുറ്റുമുള്ള സ്ഥലവും ഒക്കെ ഉള്ള ഒരു മാപ്പ് കാണാം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു മൈനിങ് മ്യൂസിയമാണ്. ബോബി അതിൽ കൈ ചൂണ്ടി നമ്മൾ നിൽക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നു. ഇവിടുത്തെ മലനിരങ്ങളിൽ നിന്നായിരുന്നു പണ്ട് സിൽവറും ലെഡും കുഴിച്ചെടുത്തത്. ബോബി കുറേ കാര്യങ്ങൾ ജർമ്മനിയിൽ എഴുതിയത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന സാധനമായിരുന്നു അവരുടെ മൈനിങ്. ഇവിടുന്ന് താഴെ എങ്ങനെ മുകളിലേക്ക് ലെഡും സിൽവറും എങ്ങനെ കൊണ്ടുവരുന്നതെന്ന് ഇപ്പം പറഞ്ഞിരുന്നു. എങ്ങനെ നോക്കിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഇതൊക്കെ പണ്ട് മൈനിങ് എങ്ങനെ ചെയ്തു എന്ന് കാണിച്ചു തരുന്ന പ്രോട്ടോടൈപ്പാണ്. എവിടുന്ന് തുടങ്ങണം എന്നറിയാത്തതുകൊണ്ട് തോന്നിയ പോലെ വീഡിയോ എടുത്തു. ഈ കാണുന്ന ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സൈഡിൽ കുറച്ച് കോയിൻസും ഉണ്ട്. പണ്ടത്തെ രാജാവിൻ്റെ ആയിരിക്കുമോ? അത് കഴിഞ്ഞ് നേരെ താഴോട്ടേക്ക് ഒരു വഴിയുണ്ട്. ഒന്നും നോക്കിയില്ല, ചാടി ഇറങ്ങി. എന്തായിരിക്കും അവിടെ ഒന്നുമില്ലൊരു ആകാംക്ഷ.